ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. തിരുവചനം കേൾക്കുന്നതിന് മുമ്പ് ദൈവമേ, അങ്ങയുടെ സഹായം ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആനന്ദവും ശരീരത്തിന് സൗഖ്യവും പ്രദാനം ചെയ്യുവാൻ ഈ സമയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മൾക്കിന്ന് ധ്യാന വിഷയമാക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 27-ാമത്തെ വചനമാണ്. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നുകയും അരുത്. വചനം വളരെ ശ്രദ്ധേയമാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നുകയും അരുത്. ഇടത്തോട്ടും വലത്തോട്ടും വ്യതിചലിക്കാതെ തിന്മയിലേക്ക് പാദങ്ങൾ പോകാതെ നമുക്ക് സാധിക്കണമെങ്കിൽ യേശുവുമായിട്ടുള്ളൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതിന് കാലിടറാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം സത്യം കൊണ്ട് അരമുറുക്കുക എന്നുള്ളതാണ്. പൗലോസ് ശ്ലീഹ എഫെസൂസ് ലേഖനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ ചെറുക്കുന്നതിന് വിശ്വാസത്തിൻ്റെ പരിച കൂടെ എടുക്കണം. സത്യം കൊണ്ട് അരമുറുക്കി വിശ്വാസത്തിൻ്റെ പരിച ധരിച്ച് ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. ദുഷ്ടശത്രുക്കൾ നമ്മളോട് ചേരാതിരിക്കുവാൻ യേശുവിനോട് ചേർന്നിരിക്കണം. അതിന് വിശ്വാസത്തിൻ്റെ പരിചയെടുക്കണമെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിനോട് ചേർന്നിരിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും പ്രലോഭനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. കാല് തിന്മയിലേക്ക് പോകാതെ കർത്താവിലേക്ക് മാത്രം നമ്മുടെ ദൃഷ്ടി തിരിക്കണമെങ്കിൽ തിന്മയിലേക്ക് നമ്മൾ പോകരുത്. ദുഷ്ടൻ എപ്പോഴും നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹന്ത ജനിപ്പിക്കും. ജഡത്തിൻ്റെ മോഹങ്ങൾ തന്നുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. അതല്ലെങ്കിൽ തിന്മ നിറഞ്ഞ സംസാര രീതികളിലേക്ക് നമ്മളെ അവൻ കൂട്ടിക്കൊണ്ടുപോകും. അവിടെയൊക്കെ നമുക്ക് ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ വചനമാകുന്ന ആ വാൾ നമ്മൾ എടുക്കണം. എടുത്താൽ മാത്രം പോരാ, അതാതിൻ്റെ സമയത്ത് നമ്മൾ വചനമാകുന്ന വാൾ ഉപയോഗിക്കുകയും ചെയ്യണം. തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളോട് വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. തിന്മയിലേക്ക് നിൻ്റെ പാദങ്ങൾ ഊന്നാതിരിക്കുവാൻ ദൈവത്തിൽ നിൻ്റെ മുഴുവൻ ആശ്രയവും നീ വെക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം ആർസിലെ വികാരിയായിരുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി ദിവസത്തിൻ്റെ 18 മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുകയും അനേക പാവികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ തിന്മയിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കലിപൂണ്ട പിശാച് ചെയ്ത കാര്യം നമ്മൾ വിയാനിയുടെ ചരിത്രം വായിക്കുമ്പോൾ വായിച്ചെത്തുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ ഈ രക്ഷാകര വേലയിൽ പങ്കുചേർന്ന വിയാനി പുണ്യാളിനെതിരെ തിന്മ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. പലപ്പോഴും അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് തിന്മ. ഒരു പ്രാവശ്യം നമ്മൾ കാണുകയാണ്, അദ്ദേഹം കിടന്നിരുന്ന കട്ടിലിന് പിശാച് കൊണ്ടുപോയി തീ വെച്ചു എന്നുള്ള കാര്യം. അവിടെയൊക്കെ ഈ വിയാനി പുണ്യാളൻ പിടിച്ചു നിന്നത് വചനമാകുന്ന ശക്തി കൊണ്ടാണ്. ഇരുതള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം ഉപയോഗിച്ചുകൊണ്ട് തിന്മയെ ധൈര്യപൂർവ്വം നേരിടുന്നത് നമ്മൾ കാണുകയാണ്. വിയാനി പുണ്യാളൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ കൂദാശകളുടെ ശക്തിയും തിന്മയെ ചെറുക്കുന്നതിന് എന്നെ ഏറെ സഹായിച്ചു എന്നുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ആയിരിക്കുമ്പോൾ തിന്മ നമ്മളെ വേട്ടയാടും എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ മദ്യപാനം നിർത്തിയിട്ട് 5 വർഷത്തോളമായി. എനിക്കിപ്പോഴുള്ള ആശങ്ക ഞാൻ അതിലേക്ക് വീഴുമോ എന്നുള്ളതാണ്. കൂട്ടുകാർ കാണുന്നവരൊക്കെ അത് കുടിക്കുവാനായിട്ടുള്ള ക്ഷണം കൊടുക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ മദ്യം വിളമ്പുന്നത് കാണുന്നു. ഈ സഹോദരൻ പറയാണ്, എനിക്ക് ഭയങ്കരമായ പ്രലോഭനം വന്നുകൊണ്ടിരിക്കുവാണ്. ഇതുവരെ ഞാൻ വീണിട്ടില്ല. അതിലേക്ക് വീഴാതിരിക്കാനായിട്ടുള്ള എൻ്റെ ശ്രദ്ധ
എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. സിസ്റ്ററും കൂടെ ഒന്ന് പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കണമേ എന്നുള്ള കാര്യം ആ സഹോദരൻ ഓർപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഈ ലോകത്തൂടെയുള്ള നമ്മുടെ സഞ്ചാരപഥങ്ങളിൽ തിന്മ നമ്മളുടെ പുറകെ വരുമ്പോൾ അതിനെ ജയിക്കുവാനായിട്ട് വചനത്തിൻ്റെ അഭിഷേകം ഏറെ നമ്മളെ സഹായിക്കും. വചനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് യേശു ഈ ദുഷ്ടശത്രുവിനെ ജയിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. വചനം ഒരാളെ അഭിഷേകം ചെയ്ത് വചനത്തിൽ അവൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വചനം സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ തിന്മയുടെ ശല്യം നമ്മളിലേക്ക് ഒരു പ്രലോഭനമായിട്ട് കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പ്രലോഭക ശക്തിയായിട്ട് വേണ്ട എന്ന് വയ്ക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് ചെയ്യുവാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രലോഭകൻ നമ്മളെ വീഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊരു അഹന്ത ജനിപ്പിക്കും. അതല്ലെങ്കിൽ ജഡീക കാര്യങ്ങളിലേക്കുള്ള ഒരു താല്പര്യം നമ്മുടെ ആത്മാവിൽ അവൻ ജനിപ്പിക്കുകയാണ്. ചിലപ്പോൾ തിന്മ നിറഞ്ഞ സംസാരത്തിൻ്റെ ശൈലികളും പ്രവൃത്തികളും ഒക്കെ തന്നുകൊണ്ട് ഈ പാപത്തിലേക്ക്, തിന്മയിലേക്ക് വീഴിക്കുവാനായിട്ട് പിശാച് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യാക്കോബിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ അവർ കാത്തു സൂക്ഷിക്കണം. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ അവർ തന്നെ കാത്തു സൂക്ഷിക്കണം. ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് വചനം നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ഫാദർ ഡാമിയൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കാണുവാനായിട്ട് സാധിച്ചു. ഫാദർ ഡാമിയൻ ഒരു ദിവസം ചിന്തിച്ചു, കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് പോയാൽ എനിക്ക് എന്ത് സംഭവിക്കും? അവർക്ക് എന്ത് ലഭിക്കും? ഈ ഫാദർ ഡാമിൻ്റെ ചിന്തയിൽ അദ്ദേഹം ഉത്തരം കണ്ടെത്തുന്നത് ഇപ്രകാരമാണ്: ഞാൻ കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് പോയാൽ എനിക്ക് കുഷ്ഠം കിട്ടും, പക്ഷേ അവർക്ക് സമാധാനം കിട്ടും, ഒരു പക്ഷേ രോഗത്തിൽ നിന്നുള്ള മോചനവും കിട്ടും. ഇതൊരു വെല്ലുവിളിയായി ഫാദർ ഡാമിയൻ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ അവർക്ക് വേണ്ടി അധ്വാനിച്ചു, പരിശ്രമിച്ചു. അനേകർ രോഗത്തിൽ നിന്ന് മുക്തരായി, സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടിയവർ ഒത്തിരി പേര്. പര്യവസാനം ഇപ്രകാരമാണ്: ഫാദർ ഡാമിയനും കുഷ്ഠം വന്ന് കുഷ്ഠം പിടിപെട്ട് മരിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും എന്നതിനേക്കാൾ ഉപരി അവരന് എനിക്ക് എന്ത് കൊടുക്കുവാൻ സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. നമ്മളുടെയൊക്കെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ വ്യാപാരങ്ങളിൽ, കർമ്മമണ്ഡലങ്ങളിൽ എനിക്കെന്ത് കിട്ടും എന്നതിനേക്കാൾ ഉപരി അവരന് എന്നിലൂടെ എന്ത് കൊടുക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ കണ്ടുമുട്ടുന്നവർക്ക്, നമ്മളുമായി സഹവസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉള്ളവർക്ക് അത് വലിയൊരു ആശ്വാസമായിരിക്കും. ഇപ്രകാരമുള്ള ഒരു ഉയർന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ കർത്താവുമായിട്ട് അഭേദ്യമായൊരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ബന്ധമുള്ളവർക്ക് ഇപ്രകാരം ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ചിന്തയിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഫലമണിയുന്നത് കാണുവാനായിട്ട് നമ്മൾ സാധിക്കുക. വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്, വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്കും വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്കുമാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുക എന്നുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടില്ലേ, ഇടത്തോട്ടോ വലത്തോട്ടോ നീ വ്യതിചലിക്കരുത്, തിന്മയിൽ നിൻ്റെ കാല് ഊന്നുകയും വരുത്. ഇപ്രകാരം ഇടത്തോട്ടും വലത്തോട്ടും വ്യതിചലിക്കാതെ തിന്മയിലേക്ക് ചെന്ന് വീഴാതെ നല്ല ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ വലിയൊരു അഭിഷേകം കൂടെ നമുക്കുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മൾ കാണുകയാണ്.
വാസ്തവത്തിൽ തിന്മയിലേക്ക് പോകാതിരിക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം നമ്മളിൽ ഉണ്ടാകുമ്പോൾ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കും. പാപത്തെ മാത്രമല്ല, പാപ സാഹചര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കും. വിശുദ്ധ വിയാനി പുണ്യാളൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ പാപം ചെയ്തതിന് ശേഷം കുമ്പസാരിക്കാനായിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്ന ആ നിമിഷം തന്നെ കർത്താവിനറിയാം വീണ്ടും നമ്മൾ അതേ തെറ്റ് തന്നെ ആവർത്തിക്കും, വീണ്ടും പാപത്തിലേക്കാണ് നമ്മൾ വീഴാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം. അതറിയാവായിട്ട് പോലും ദൈവം നമ്മളുടെ വലിയ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മളോട് അതിരറ്റ സ്നേഹവും കരുണയും വാത്സല്യവും കാണിക്കുകയുമാണ്. അപ്പോൾ ഈ തിന്മയിലേക്ക് പോകാതിരിക്കുവാനായിട്ടുള്ള നമ്മളുടെ ചെറുതും വലുതുമായ അധ്വാനത്തെയും പരിശ്രമങ്ങളെയും നല്ല ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. നമ്മുടെ അധ്വാനങ്ങളെ അവൻ വിലമതിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങളെ നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാനായിട്ടുള്ള വലിയ സ്വർഗീയ സഹായം നമുക്ക് വേണ്ടി ദൈവം തരികയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല കള്ളനെ നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈ നല്ല കള്ളനെക്കുറിച്ചുള്ള ധ്യാനം ഒരുപാട് നമ്മളെ ആധ്യാത്മിക ജീവിതത്തിൽ സഹായിക്കും. ഈ നല്ല കള്ളൻ്റെ 100-ൽ 99 കാര്യങ്ങളും തെറ്റായിരുന്നു. നല്ല തെറ്റായിട്ട് നമുക്ക് കൂട്ടാം. പക്ഷേ ഒരു കാര്യം മാത്രം ആ നല്ല കള്ളൻ നന്നായി ചെയ്തു. അതെന്താണ്? അതവൻ്റെ അനുതാപം. അനുതാപം എന്നുള്ള ഒരു കാര്യം നന്നായി ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചത്, യേശുവേ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്നുള്ള കാര്യം. യേശുവിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ എൻ്റെ പാപാവസ്ഥ, പാവമംഗലമായ ജീവിതം, പാപത്തിലേക്ക് പോകുന്ന എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, അതെല്ലാം ഒരു നിമിഷം ഓർത്തോർത്ത് അനുതപിച്ച് യേശുവിനോട് നല്ല കള്ളൻ പ്രാർത്ഥിച്ചു, നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർമ്മിക്കണമേ. നിശ്ചയമായും ഈ ഒരു ഭാഗം നന്നായി ചെയ്യുന്നവൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹവും അഭിഷേകവും ഉണ്ടായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കർത്താവ് അവനോട് ഉത്തരം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. അനുതാപത്തിൻ്റെ ഫലമാണത്. പശ്ചാത്താപിക്കുന്ന പാപിക്ക് സ്വർഗം തരുന്ന വലിയൊരു സന്തോഷമാണിത്, സമാധാനമാണിത്. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. അപ്പോൾ പാപത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ ഊന്നിപ്പോകാതെ അനുതാപത്തിലേക്ക് കടന്നു വന്ന് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൻ്റെ അഭിഷേകവും നമ്മൾക്ക് ഉണ്ടായിരിക്കും. നമ്മളൊക്കെ നമ്മുടെ ബാല്യകാലങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, നല്ല ഒരു കഥയാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കഥയാണ്. ആമയും മുയലും കൂടെ ഒരു പന്തയം വെച്ചു, ഓട്ടപ്പന്തയം. മുയൽ നന്നായി തുടങ്ങി, പക്ഷേ അതിൻ്റെ പര്യവസാനം ആമ അത് നന്നായി അവസാനിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. ഇതിനകത്ത് ഈ കഥയിൽ വലിയൊരു ഗുണപാഠം എനിക്കും നിങ്ങൾക്കുമായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്കൊക്കെ ഇനിയും നമ്മുടെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് പോയി നമ്മുടെ ജീവിതങ്ങളെ ശരിപ്പെടുത്തി എടുത്തുകൊണ്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. എന്നാൽ ഇനിയും നന്നായി അവസാനിപ്പിക്കാനായി നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ജീവിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ചുമൊക്കെ നന്നായി അവസാനിപ്പിക്കുവാനായിട്ട് നമ്മുടെയൊക്കെ മുൻപിൽ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാനായിട്ടുള്ള ദൈവം നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള എല്ലാ സമയങ്ങളെയും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കാണുവാനായി ആശുപത്രിയിൽ പോയി. ഇപ്പോൾ ഡെങ്കിപ്പനി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്, കൗണ്ടൊക്കെ വളരെ താന്നിരിക്കുന്നു. അപ്പോൾ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഇതൊരു പ്രലോഭനമല്ല, ഇതൊരു രോഗമല്ല, ഇത് എനിക്ക് ഇപ്പോൾ എൻ്റെ ദൈവം അനുവദിച്ചു തന്നത് അവിടത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാൻ കാണുകയാണ്. ഓടിപ്പാഞ്ഞ് ജോലി ചെയ്ത്
തിരക്കിട്ട് നടക്കുന്ന ഈ ജീവിതത്തിനിടയിൽ സ്വസ്ഥമായിട്ടൊന്ന് കട്ടിലേ കിടക്കാനും ഒന്ന് പ്രാർത്ഥിക്കാനും ദൈവമേ എന്ന് വിളിക്കാനും വിശ്രമിക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം തന്ന നല്ലൊരു അവസരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ആ രോഗാവസ്ഥയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ആ സഹോദരനെ കണ്ടപ്പോൾ ഒരുപാട് നന്ദി തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. ആ മകനോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ചില രോഗങ്ങളൊക്കെ ചിലരെ വേട്ടയാടുമ്പോൾ ചിലരെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഓ, ഇത് ദൈവത്തിൻ്റെ ശാപമാണ്, ഇത് ദൈവത്തിൻ്റെ കോപമാണ്, ദൈവം എന്തുകൊണ്ട് ഞങ്ങൾക്കിത് തന്നു, ദൈവത്തിന് കണ്ണില്ലേ, ദൈവത്തിന് കാതില്ലേ, എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള ദൈവത്തിനെതിരെയുള്ള പരാതികളും പിറുപിറുപ്പുകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യം, ദൈവത്തിൻ്റെ വലിയ സ്നേഹം സദാസമയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പാപത്തിലേക്ക് നമ്മൾ പോവുകയില്ല. ഇടവും വലവും നമ്മൾ കാണുന്ന ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കും സ്ഥാനമോഹങ്ങളിലേക്കും സുഖേച്ഛകളിലേക്കും നമ്മൾ പോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. വചനം ഇപ്രകാരം പറയുകയാണ്: ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. വചനം പറയുകയാണ്, ദൈവത്തിന് വിധേയരാകുവിൻ. എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയത്തും ദൈവത്തിന് വിധേയരാവുകയാണെങ്കിൽ തിന്മ നമ്മളെ വിട്ടുപോകുമെന്നാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് വിധേയപ്പെടുവാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ നനയ്ക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ അനുഭവം, ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുമ്പോൾ അത് ദൈവതൃക്കരങ്ങളിലേക്ക് കൊടുത്ത് അവിടെ ദൈവത്തിന് വിധേയപ്പെടുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ സമയം തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ദൈവത്തോട് പരാതി പറയുകയും പിറുപിറുക്കുകയും, അല്ലെങ്കിൽ ഞാൻ ഇത്രയോ നല്ല ജീവിതം നയിച്ചിട്ട് സുഹൃതകരമായ ജീവിതത്തിലൂടെ കടന്നുപോയിട്ട് ദൈവം എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ തന്നത് എന്നുള്ള ഒരു ആവലാതിയും പിറുപിറുപ്പുമൊക്കെയായി നമ്മൾ കടന്നു പോകും. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് വിധേയരാകുക. എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ മനസ്സിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കടന്നുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവരായിരിക്കുക എന്ന് അർത്ഥമുണ്ട്. കൊച്ചു പിള്ളേരെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ചില മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കൊച്ചെ, നിന്നോട് ഈ പ്രവൃത്തി ചെയ്യരുതെന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും വീണ്ടും നീ ഇത് ആവർത്തിക്കുന്നല്ലോ. വലിയ സങ്കടത്തോടു കൂടിയെങ്കിലും ചില മാതാപിതാക്കളെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ചിലപ്പം കണ്ടേക്കാം. അനുസരണവും വിധേയത്വവും തമ്മിൽ ഒരുപാട് ചേർന്നിരിക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് വിധേയപ്പെടുന്ന ഒരു ആത്മാവിൽ നിന്ന് ദുഷ്ടൻ്റെ ശക്തികൾ പാഞ്ഞു പോകും, ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന് തിരുവചനം നമ്മളെ ശക്തിപ്പെടുത്തുകയും പഠിപ്പിക്കുകയുമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം കൂടെ നമുക്കൊന്ന് കേൾക്കാം. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. എനിക്ക് നല്ല കഴിവുണ്ട്, ഞാൻ പാപത്തിലേക്കൊന്നും പോവുകയില്ല, അങ്ങനെയുള്ള ഒരു സ്വന്തം കഴിവിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സെൻട്രൽ വന്ന് ധ്യാനിച്ച് നല്ല രീതിയിൽ പോയ ഒരു സഹോദരനെ ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടാനായിട്ടിടയായി. അപ്പോൾ സഹോദരൻ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, ധ്യാനമൊക്കെ കഴിഞ്ഞ് നല്ല ജീവിതമൊക്കെ ആരംഭിച്ചു, ഞാൻ കുറേശ്ശെ മദ്യം ഉപയോഗിക്കുമായിരുന്നു, ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് ഞാനത് പൂർണ്ണമായി ഉപേക്ഷിച്ചു. അപ്പോൾ എനിക്കൊരു ശക്തി കിട്ടിയതുപോലെ, ഇനി ഞാനത് തൊടുകയില്ല,
അങ്ങനെ ഒരു നല്ല മനസ്സിന് ഒരു തീരുമാനമെടുത്തതുപോലെ അങ്ങനെ ആ കാര്യത്തിൽ കുറേ കാലം അങ്ങ് മുന്നേറിപ്പോയി. പക്ഷേ ഈ അടുത്ത നാളിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയ്ക്ക് പോയി. ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന സമയത്ത് കുപ്പി പൊട്ടിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ അറിയാതെ അതിൽ വീണുപോയി. നോക്ക്, സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ ഇപ്രകാരമുള്ള വീഴ്ചകളിലേക്ക് നമ്മൾ ചെന്ന് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിലോ, അവനെക്കുറിച്ച് വചനം പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ചിറകടിച്ച് ഉയരും എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു മനസ്സാണ് പാപത്തിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള ഒരു വലിയ ശക്തി എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. ഏത് മേഖലകളിൽ ജീവിക്കുന്നവരാണെങ്കിലും പാപത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ പാപത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് സാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ വീണ് കിടക്കാതെ അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ദൈവത്തിൽ വീണ്ടും ശക്തി ആർജിച്ച്, കർത്താവെ, അങ്ങില്ലായെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യമില്ലായെങ്കിൽ ഞാൻ വീണു പോകും എന്നൊരു എളിയ മനോഭാവമാണ് നമ്മുടെ ഉള്ളിൻ്റെ പ്രാർത്ഥനയായി ദൈവതൃക്കരങ്ങളിലേക്ക് ഉയർന്നതെങ്കിലോ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മളെ പൊതിഞ്ഞു പിടിക്കും. അവിടുത്തെ വലിയ പരിപാലനയുടെ ചിറകിൻ്റെ കീഴിൽ നമുക്കായിരിക്കുവാൻ സാധിക്കും. ഇവിടെ തിരുവചനം നമ്മളോട് പറയുന്നതനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയരുത്, തിന്മയിലേക്ക് നിൻ്റെ പാദങ്ങൾ പോകുകയും അരുത്. അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം, കർത്താവേ, അവിടുന്ന് ആശിക്കുന്ന രീതിയിൽ മാത്രം എൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നതെന്തും സ്നേഹപൂർവ്വം സ്വീകരിക്കുവാൻ, അങ്ങേക്ക് വിധേയപ്പെട്ടുകൊണ്ട് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസം മുഴുവനും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലുള്ളതുകൊണ്ട് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. പാപത്തിലേക്ക് പോകുവാൻ അവിടുന്ന് നമ്മളെ അനുവദിക്കുകയില്ല. സത്യം കൊണ്ട് അരമുറക്കാനും വചനമാകുന്ന വാള് കരങ്ങളിൽ ഏന്താനും വചനാഭിഷേകത്തിൽ ജീവിക്കുവാനുമുള്ള ശക്തിയും കരുത്തും നമുക്ക് നല്ല ദൈവത്തോട് ചോദിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്നവർ മാത്രം ആയിത്തീരാതെ അത് പാലിക്കുന്നവരാകുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകുവാനും എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ സാന്ത്വനമായും അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. വചനമായ ഈശോയെ, എന്നെ എപ്പോഴും വഴി നടത്തണമേ. ആമേൻ.